എല്ലാ എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് പ്രവചിക്കുകയാണ്. ഞാനൊരു ചരിത്രം പറയാം. 2021 ഇതേപോലെ എല്ലാ എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച ഉണ്ടാകും എന്ന് പ്രവചിച്ചിരുന്നു. അതിന് നേരെ തിരിച്ച് ഇത്തവണ എല്ലാ എക്സിറ്റ് പോളുകളും ഭരണ തുടർച്ച ഉണ്ടാകില്ല എന്ന് പ്രവചിക്കുമ്പോൾ അത് അങ്ങനെ തന്നെ ആവാനല്ലേ സാധ്യത? ഇല്ല, അതിൽ ചെറിയ തെറ്റുണ്ട്. 2021 11 സർവേയിൽ 5 സർവേയിൽ മാത്രമാണ് LDFന് നേരിയ മുൻതൂക്കം കിട്ടുമെന്ന് പറഞ്ഞത്. UDFന് വേണ്ടിയിട്ടാണ് 2 സർവേ പറഞ്ഞത്. 4 സർവേകൾ തുല്യത്തിന് തുല്യം എന്ന രൂപത്തിലാണ് പറഞ്ഞത്. അപ്പോൾ 11 ഏകദേശം പകുതിയിൽ താഴെയാണ് LDFന് അനുകൂലമായി ഭരണ തുടർച്ച എന്ന് 2021 പറഞ്ഞത്. ഏതായാലും 5 ദിവസം കാത്തിരിക്കാം. ഞങ്ങൾ വളരെ വിശ്വാസത്തിൽ തന്നെയാണ്. കേരള എക്സിറ്റ് പോൾസ് ഇൻ 2021 ഞാൻ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്ത്യ ന്യൂസ് ജൻ കി ബാത്ത് 64 മുതൽ 76 വരെ സീറ്റുകൾ LDF പ്രവചിച്ചു. ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ, മാതൃഭൂമി 104 മുതൽ 120 സീറ്റുകൾ വരെ LDFന്. മനോരമ ന്യൂസ് VMR 68 മുതൽ 78 വരെ സീറ്റ് LDFന്. ന്യൂസ് 24 ടുഡേസ് ചാണക്യ 93 മുതൽ 111 വരെ LDFന്. റിപ്പബ്ലിക് CNX 72 മുതൽ 80 വരെ LDFന്. സുദർശൻ ന്യൂസ് 70 മുതൽ 80 വരെ LDFന്. ടൈംസ് നൗ ABC സി വോട്ടർ 71 മുതൽ 77 വരെ LDFന്. ഭാരത് വർഷ് പോൾ സ്റ്റാർട്ട് 70 മുതൽ 80 വരെ LDFന്. ഇതേപോലെ നമ്പറിൽ വ്യത്യാസം ഉണ്ടാവും. 2021 എല്ലാ എക്സിറ്റ് പോളുകളും, സ്പെസിഫിക്കലി എല്ലാ എക്സിറ്റ് പോളുകളും LDF വരും എന്ന് പ്രവചിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ചാനലുകൾ അന്ന് നടത്തിയ എക്സിറ്റ് പോളിൽ ശ്രീ MM മണി, അതുപോലെ മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ ശ്രീ MP രാജേഷ് ഉൾപ്പെടെ, P രാജീവ് ഉൾപ്പെടെ ആരും നിയമസഭ കാണില്ലായിരുന്നല്ലോ. 32ഓളം പേർ പരാജയപ്പെടും. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, മുന്നണി പോരാളികളായി മത്സരിച്ചവർ പരാജയപ്പെടും എന്ന് വിധി എഴുതിയ സർവേകൾ വരെ 2021 ഉണ്ടായിരുന്നു. അവരെല്ലാം വിജയിച്ചു എന്ന് മാത്രമല്ല, ചരിത്ര ഭൂരിപക്ഷത്തിലാണ് MM മണി അടക്കം ഇടുക്കിയിൽ നിന്ന് വിജയിച്ചു വന്നത്. നമ്മളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് ഏതായാലും 5 ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. വലിയ തരംഗമുണ്ട്. 4-5 ജില്ലകളിൽ LDFന്റെ ഒറ്റ സ്ഥാനാർത്ഥി പോലും വിജയിക്കില്ല എന്നതുൾപ്പെടെയാണ് പ്രതിപക്ഷ നേതാവ് പോളിംഗ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും അതിൽ നിന്നെല്ലാം കുറെ താഴേക്ക് പോയല്ലോ. വലിയ വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ ഈ പറയുന്ന സർവേകളിലൊന്നും കാണുന്നുമില്ല. ഏതായാലും ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിലാണ്, ശുഭാപ്തി വിശ്വാസത്തിലാണ്. 3ാമത് തുടർച്ചയായി ഭരണ തുടർച്ചയിലേക്ക് LDF വിജയിച്ച് മുന്നേറുക തന്നെ ചെയ്യും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.